റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരത്തിനിടെ 2 ആൾ കുഴഞ്ഞു വീണു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, എന്താണ് സമരക്കാരുടെ ആരോഗ്യാവസ്ഥ? ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം, അതിനുശേഷം വിവരങ്ങളിലേക്ക്. മധു, നമ്മൾ ഈ നിൽക്കുന്ന തൊട്ടപ്പുറേ ആശാമാരുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടിപ്പുറത്ത് തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറ്റൊരു സമരം കൂടി നടക്കുന്നുണ്ട്. വനിതാ ഉദ്യോഗാർത്ഥികളാണ്, റാങ്ക് ലിസ്റ്റ്, പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ. അവർക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ്. 20-ാം തീയതി കൊണ്ട് ലിസ്റ്റ് ക്യാൻസലാകും. ഇപ്പോൾ 2 പേർ ഇവിടെ നിരാഹാരം കിടക്കുന്നത് 4 പേരാണ്. അതോടൊപ്പം തന്നെ മറ്റാളുകൾ സമരത്തിന് ഐക്യദാർഢ്യവുമായി ഇവിടെയുണ്ട്. 2 പേരാണ് നിലവിൽ കുഴഞ്ഞു വീണ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഒരാൾ ഇവിടെ ഇപ്പോൾ കിടക്കുകയാണ്. വേറെ കാര്യമായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല. 2-ാം ദിവസമാണ് നിരാഹാര സമരം നടക്കുന്നത്. ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചാൽ ജോലി ലഭ്യമാകില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണം എന്നിവർ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 20-ാം തീയതി അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് അകം തന്നെ നിങ്ങൾക്ക് ജോലി നൽകണം എന്നുള്ളതാണ് ആവശ്യം. ഈ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ? ഇല്ലില്ല, ഒന്നും ആയിട്ടില്ല, ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്നും ചർച്ചയോ അങ്ങനെയൊന്നും കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്നലെയാണ് തുടങ്ങിയത്. ഇത്രയും നാളും ഞങ്ങൾ പോട്ടെ, അല്ലെങ്കിൽ വേണ്ട, ഒന്നും സമരത്തിനൊന്നും ഇറങ്ങണ്ട എന്ന് വിചാരിച്ചത്. സർക്കാരിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ചിലപ്പോൾ വേക്കൻസി വരും. ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോകുമ്പോഴായാലും ഞങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല, കാണാത്ത ആളുകളില്ല. അപ്പം എല്ലാവരടുത്തും പറയുമ്പോഴും നമ്മളടുത്ത് പറയുന്നത് വേക്കൻസി വരും അങ്ങനൊരു ഇതാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും നമുക്കൊരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം 200 സംതിങ് പേർക്കാണ് ഇപ്പോൾ നിലവിൽ അഡ്വൈസ് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ 966 പേരുടെ ലിസ്റ്റാണ്. അപ്പം അതിനകത്ത് ഇത്രയും 966 എത്ര പേരുടെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്? 292 പേർക്ക് മൊത്തത്തിൽ ഇപ്പോൾ അഡ്വൈസ് ആണ്. ഇപ്പോൾ 292 നമുക്ക് നിലവിൽ 232 ഫ്രഷ് വേക്കൻസിയും 60 NJD വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ ലിസ്റ്റിലുള്ളതിൽ എത്ര അപ്പോയിന്റുകൾ? മൊത്തം നമുക്കിപ്പോൾ 268 അപ്പോയിന്റ്മെന്റുകൾ നടന്നിട്ടുള്ളൂ. ബാക്കി 19 വേക്കൻസിയും കൂടി വന്നിട്ടുണ്ട്. ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നാണോ അതോ അടിയന്തരമായി കാലാവധി തീരും മുൻപ് അപ്പോയിന്റ്മെന്റ് നടത്തണമെന്നതാണോ? ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുൻപ് മാക്സിമം നിയമനം നടത്തണം എന്നതാണ് നമ്മുടെ ആവശ്യം. എല്ലാ വർഷവും 90% ആളുകളെ എടുക്കുന്നതാണ് വുമൺ CPO എന്നുള്ളത്. ഈ വുമൺ CPO ലിസ്റ്റിന് നമ്മൾ 2022 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2023 ജൂലൈ 7 ഈ എക്സാം എഴുതി കഴിഞ്ഞ് 2024 ജനുവരിയിൽ ഫിസിക്കലും കഴിഞ്ഞ് 2025 എത്തി നിൽക്കുന്നത്. നമ്മൾ 3.5 വർഷമായിട്ട് ഈ ലിസ്റ്റിന്റെ പുറകിലാണ്. നമ്മൾ വീട്ടമ്മമാരുണ്ട്, ഈ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫിസിക്കൽ ഗ്രൗണ്ടിൽ എത്ര മാസങ്ങളോളം പോയി കഷ്ടപ്പെട്ടിട്ടാണ്. ഫിസിക്കൽ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ജോലി കിട്ടിയെന്നുള്ളതാണ് ഏകദേശം. കാരണം എല്ലാ PSCയുടെ എല്ലാ നോട്ടിഫിക്കേഷനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു ലിസ്റ്റാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ. കഴിഞ്ഞ വർഷം പോലും 815ഓളം പേരെ അഡ്വൈസ്, നമ്മൾ വർഷങ്ങളുടെ കണക്കുകൾ എടുക്കുന്നില്ല, പക്ഷേ നമുക്ക് ലിസ്റ്റിന് നിലവിലെടുത്തിട്ടുള്ള എല്ലാ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു നമ്മളുടേത്. ഇതുവരെ ആയിട്ട് 45-ന് മുകളിൽ ഒരു കട്ട് ഓഫ് പോയിട്ടില്ല. നമ്മുടെ 60.67 ആയിരുന്നു. ലിസ്റ്റിൽ 674 പേര് മെയിൻ ലിസ്റ്റിലും 263ഓളം പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞാൽ 672ഓളം പേര് നിയമനം കാത്തിരിപ്പുണ്ട്. അതിൽ നമ്മുടെ ലിസ്റ്റിന്റെ ഒരു 30% പോലും നിയമനം ആയിട്ടില്ല. ഒരു 50-70% എങ്കിലും നിയമനം നടത്തണ്ടേ, അതാണ് നമ്മുടെ ആവശ്യം. ഇതുവരെയും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല അല്ലേ? ആരും നിങ്ങളുടെ ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു തീരുമാനം ഒന്നും വന്നിട്ടില്ല. നമുക്കിപ്പോൾ നിലവിലായിട്ട് ജില്ലാ വൈസ് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. ജില്ലാ വൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജില്ലാ വൈസ് ആർട്ടി വെച്ചപ്പോൾ എല്ലാ സ്റ്റേഷനുകളിലുമായിട്ട് ടോട്ടൽ ഒരു 570ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യാതെ ഗവൺമെന്റ് പറയുന്ന സാമ്പത്തിക മാന്ദ്യമാണ്, ക്യാമ്പിൽ എക്സസ് ആണെന്നൊക്കെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തു ക്യാമ്പിൽ എക്സസ് ആയിട്ട്? എല്ലാ വർഷവും ലിസ്റ്റുകൾ ഇങ്ങനെ വരുമല്ലേ. കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ ഞങ്ങൾ അറിയുന്നില്ല ഈ സമരത്തിന്റെ വേഷം അണിഞ്ഞിവിടെ ഇരിക്കേണ്ടി വരുമെന്ന്. അതാണ് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ആശാവർക്കർമാരുടെ സമരം പരിഹരിക്കുന്നതിന് എന്താണ് സർക്കാരിന് മുന്നിലുള്ള ബുദ്ധിമുട്ട്? അതുപോലെ തന്നെ ഈ CPOമാരുടെ റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ കാര്യത്തിലും അവർക്ക് നിയമനം നൽകുന്ന കാര്യത്തിലും സാമ്പത്തിക പ്രതിസന്ധി തന്നെ സർക്കാർ പറയുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. നിലവിൽ എന്തായാലും ഇവരുമായി ചർച്ചയ്ക്കുള്ള വഴിയൊന്നും ഒരുങ്ങിയിട്ടില്ല. 20-ാം തീയതി ഇവരുടെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അതിനു മുൻപ് പരമാവധി ആളുകൾക്ക് നിയമനം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. നിരാഹാര സമരം കിടക്കുന്ന 4 ആളുകളുണ്ട്. അവരുടെ സമരവും ഇപ്പോൾ തുടരുകയാണ്.